മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ചെലവ് വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ യുക്തിക്ക് നിരക്കാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SDRF മാനദണ്ഡങ്ങളുമായി ഒത്തുപോകുന്നതല്ല കണക്കുകൾ. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക കൂടി തടയുന്ന തരത്തിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മൃതദേഹം വെച്ച് വിലപേശരുതെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. എന്നാൽ തെറ്റായ പ്രചാരണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും MB രാജേഷും കുറ്റപ്പെടുത്തി. SDRF നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് സമർപ്പിക്കേണ്ടത്. SDRF നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല. മാത്രമല്ല, ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എവിടെയാണ് തയ്യാറാക്കിയത്? വളരെ നന്നായി ശ്രദ്ധയോടുകൂടി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയാൽ ഉറപ്പായി ഇതിനേക്കാൾ കൂടുതൽ തുക കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ന്യായമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇതിൽ വലിയ അപാകതയുണ്ടായി, വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിച്ചു. ഇത് ആരാണ് ഇതിന് ഉത്തരവാദികൾ, ഇങ്ങനെ കൊടുക്കാൻ ഉത്തരവാദികൾ അവരാരാണ് എന്ന് അന്വേഷിച്ച് അവർക്കെതിരായി നടപടി സ്വീകരിക്കണം. ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗമാണ്. ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുക, മറുഭാഗത്ത് ഞാനീ പറഞ്ഞതുപോലെ ഇന്ന കാരണത്താലാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതെന്നുള്ള പ്രചരണം നടത്തുക. ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ്. എന്നാൽ ഒന്ന് ഞങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ ഈ റീബൗണ്ട് എന്ന് കേട്ടിട്ടില്ലേ? ഈ അസംബന്ധവും അസത്യവും ആദ്യം എറിഞ്ഞാൽ അത് തിരിച്ചു വരും. തുടക്കത്തിന് ഒരു ചെറിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവും, എന്നാൽ അത് തിരിച്ചു വരും. ആർക്ക് നേരെയാണോ പ്രയോഗിച്ചത് അവർക്കൊപ്പം സമൂഹം നിൽക്കും. അൽ-അമീൻ നൽകും വിവരങ്ങൾ. അൽ-അമീൻ, ഒരു രാഷ്ട്രീയ വിവാദമായി ഈ കണക്ക് എസ്റ്റിമേറ്റും ആക്ച്വൽസും പറഞ്ഞുകൊണ്ടുള്ള ഒരു തർക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസമാകുമ്പോഴേക്കും എത്തുകയാണല്ലേ? സുജയ, നമ്മൾ കണ്ടതാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നതിന് പിന്നാലെ സർക്കാരും പ്രതിപക്ഷവും തോളോട് തോൾ ചേർന്ന് പോകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഒരു വിവാദമോ ആരോപണ പ്രത്യാരോപണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചിലവഴിച്ച തുകയുടെ കണക്ക് അത് ഏതു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുമെന്ന് സംബന്ധിച്ചുള്ളൊരു വാദപ്രതിവാദം നടക്കുമ്പോഴും അത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാലും അതിൽ അപാകത സംഭവിച്ചിട്ടുണ്ടെന്നൊരു നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുകയാണ്. ചിലവഴിച്ച കണക്കായിരുന്നാലും ഇനി അതല്ല കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണെങ്കിൽ പോലും അക്കാര്യത്തിൽ വളരെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ അതൊരു ആയുധമായി തിരിച്ചുവിടുകയാണ് പ്രതിപക്ഷം. ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനിടയുള്ള പണം പോലും തുക പോലും തടയുന്ന തരത്തിലാണ് ഈ മെമ്മോറാണ്ടം സർക്കാർ തയ്യാറാക്കിയത്. അതിൽ കൃത്യമായ വീഴ്ച വന്നിട്ടുണ്ട്. ഇതുവരെ ദുരന്ത മേഖലയിൽ സ്വീകരിച്ച നടപടികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി ഈ മെമ്മോറാണ്ടവും അതിൽ പെരുപ്പിച്ച കണക്കും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ആരാണ് ആ വീഴ്ച വരുത്തിയതെങ്കിലും അവർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതേസമയം ഇതിനെ സർക്കാരിനെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഭരണപക്ഷം നോക്കിക്കാണുന്നത്. BJPയും UDFും കോൺഗ്രസും ആസൂത്രിതമായി സർക്കാരിനെതിരെ തിരിയുന്നൊരു കാഴ്ച. കാരണം ദുരന്തം നടന്ന് 2 മാസത്തോടടുക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി വന്ന് ഓടി നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ട് എന്തു സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് വലിയ വായിൽ പ്രഖ്യാപനം നടത്തി പോയിട്ട് നാളിതുവരെയായി ഒരു ചില്ലി കാശ് പോലും സംസ്ഥാനത്തിന് സഹായിച്ചില്ല. ആ ഘട്ടത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു വികാരം ഉയർന്നു വരേണ്ടതാണ്. അങ്ങനെ ഉയർന്നു വരേണ്ട ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിന് ഒരു സംരക്ഷണ കവചം ഒരുക്കുന്ന രീതിയിൽ പ്രതിപക്ഷം നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ ആക്ഷേപം. ഏതായാലും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണം, വാദപ്രതിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് ഏത് രീതിയിൽ പര്യവസാനിക്കുമെന്നുള്ളത് ഏറെ പ്രധാനമാണ്. അതിനപ്പുറത്തേക്കും ഏതു തലത്തിലാണ് സർക്കാർ ഈ കണക്ക് അവതരിപ്പിച്ചത് എന്നുള്ളതിലൊരു വ്യക്തതയും വരേണ്ടിയിരിക്കുന്നു. ഈ ഒരു മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിച്ചാൽ അത് കേന്ദ്രം എങ്ങനെ പരിഗണിക്കുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇനി അതല്ല, സംസ്ഥാനത്തിന് നൽകേണ്ട ഈ ദുരിതാശ്വാസ ഫണ്ട് അത് ഏതെങ്കിലും രീതിയിൽ കേന്ദ്ര സർക്കാർ തടയുമോ, തടഞ്ഞാൽ തന്നെയും ഈ മെമ്മോറാണ്ടവും അതിലെ പെരുപ്പിച്ച കണക്കും ഒരു കാരണമായി കേന്ദ്രം ചൂണ്ടിക്കാണിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും വിഷയം ഒരു രാഷ്ട്രീയ വിവാദ തലത്തിലേക്ക് മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. സുജ, താങ്ക് യു അൽ-അമീൻ.